ഇരകളുടെ തർക്കമില്ലെങ്കിൽ പിന്നെ എന്ത് കടല? തർക്കങ്ങളില്ലാത്ത ബന്ധത്തിന് എന്ത് രസമാണ്? തീർച്ചയായിട്ടും തർക്കങ്ങൾ ഏതൊരു ബന്ധത്തിലും സ്വാഭാവികമാണ്. അത് ദാമ്പത്യ ചിന്തയായാലും പാരൻറ്റിങ് റിലേഷൻഷിപ്പായാലും തർക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഇതിനെ എങ്ങനെ ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഒരു ബന്ധത്തെ ദൃഢമാക്കാൻ വേണ്ടി അവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മളെ ബന്ധങ്ങളെ ഊർജ്ജസ്വലമാക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു ഡീസലോ പെട്രോളോ ആണ് അതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ടുണ്ടായിട്ടുള്ള ഡിസഗ്രീമെൻ്റ് അല്ലെങ്കിൽ തർക്കത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ അടുത്തായിട്ട് ഏറ്റവും പ്രാവശ്യം ഇപ്പോൾ തലേ ദിവസം നിങ്ങൾ കുട്ടികളോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സഹധർമ്മിണിയോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഒരു മുഹൂർത്തത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങളത് വിഷ്വലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ സമയത്തുണ്ടായ ആ ഒരു വികാരത്തെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്. ദേഷ്യമാണോ, അല്ലെങ്കിൽ ദുഃഖമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിരാശയാണോ, എന്ത് വികാരമാണോ ഉണ്ടായത് അതിനെ അംഗീകരിക്കുക. മനസ്സിലായില്ലേ? എനിക്കതുണ്ടായി എന്നുള്ളത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. നിങ്ങളുടെ വികാരത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ അടുത്ത് നിങ്ങൾ ചെയ്യുന്നത്, ഇത് രണ്ടുപേര് തമ്മിലാണ് തർക്കം ഉണ്ടാകുന്നത്, അവർക്ക് ഉണ്ടായ ആ ഒരു വികാരത്തെയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെയും നിങ്ങൾ അംഗീകരിക്കുക, രണ്ടിനെയും അതേപോലെ അംഗീകരിക്കുക. അപ്പോൾ രണ്ട് വികാരവും നിങ്ങൾ ഫീൽ ചെയ്തല്ലോ. ഇനി നിങ്ങൾ ഒരു ബുദ്ധിമാനായ യുക്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മധ്യസ്ഥനായിട്ട് നിങ്ങളെ കാണാം. എന്നിട്ട് നിങ്ങൾ ഇതിനെങ്ങനെ മാനേജ് ചെയ്യും എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. ഇനി നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ, ഒരു ആശയവിനിമയത്തിൻ്റെ എലിമെൻറ്റ്സ് എന്താണെന്നൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ എക്സസൈസിലൊക്കെ ഇതുണ്ട്. ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താതെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയരുത്. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ദേഷ്യം പിടിച്ചാലും നീ എന്തിനാണ് എന്നെ ദേഷ്യം പിടിച്ചത് എന്ന് പറയുന്നതിന് പകരം എനിക്ക് വിഷമം തോന്നി എന്നുള്ള രീതിയിൽ പറയാം. മനസ്സിലായില്ലേ? ഞാൻ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ വേണ്ടി നോക്കുക. നീ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഈ ഒരു പ്രവൃത്തി കൊണ്ട് വേദന തോന്നി എന്ന് പറയാം. അപ്പോൾ ആ വ്യക്തിയിൽ അവരെ പഴിചാരുന്നൊരവസ്ഥ അല്ലാതെ ഇരിക്കുമ്പം ഇതുപോലുള്ള ഒരുപാട് തർക്കങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിക്കാൻ നമ്മൾ മനസ്സിനെ അനുവദിക്കരുത്. മറിച്ച് ഓരോ പ്രതികരണത്തിന് മുമ്പും അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്യണം. ഞാൻ ഇന്നാലെ രീതി പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്വയം തീരുമാനിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും അനിവാര്യമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത്. എപ്പോഴും നിങ്ങളെ ഭയത്തെയോ ക്രോധത്തെയോ നിങ്ങൾ മറച്ചു വെക്കരുത്. നമ്മളുടെ ഫീലിംഗ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാറ്റങ്ങൾ വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്കുണ്ടായൊരു വേദനയെ നമ്മൾ തുറന്നു പറയുന്നത് ഊഷ്മളമായ ബന്ധങ്ങൾക്കുള്ള വാതിലുകൾ അവിടെ തുറക്കപ്പെടും എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉദ്ദേശത്തെ നമ്മൾ ഊഹിച്ച് അവരിങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. നമ്മളങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല അവരുദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതായിരിക്കും. പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്നതിന് പകരം നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. ക്ലാരിറ്റിയാണ് വേണ്ടത്. പിന്നെ മറ്റൊരു വ്യക്തി അയാൾ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കണം കേട്ടോ. നമ്മുടെ ബന്ധങ്ങളിൽ പാരൻറ്റിങ്ങിലായാലും ദാമ്പത്യ ജീവിതത്തിലേക്കാളും ഈ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിടയിലെ തർക്കങ്ങളെപ്പോലും നമുക്ക് എന്താക്കാൻ പറ്റും? ബന്ധങ്ങളെ ദൃഢമാക്കാനുള്ള പ്രേരണകളാക്കി മാറ്റാൻ പറ്റും.